ഒരു മൊബൈൽ ഫോൺ പോലും കൈവശമില്ലാത്ത ഞാൻ മറ്റൊരാൾക്ക് ദൈവദൂഷണം നിറഞ്ഞ സന്ദേശം അയച്ചുവെന്ന് ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. കുറ്റം സമ്മതിക്കാൻ വികലാംഗനായ എൻ്റെ ഭർത്താവിനെ തലകീഴായി തൂക്കിയിട്ട് മർദ്ദിച്ചു. പ്രായപൂർത്തിയാകാത്ത എൻ്റെ 2 ആൺമക്കളെ സർക്കാർ സംരക്ഷണ കേന്ദ്രത്തിലാക്കിയെങ്കിലും മതനിന്ദ നടത്തിയവരുടെ മക്കൾ എന്ന പേരിൽ അവിടെയും അവരെ ഒറ്റപ്പെടുത്തി. കടുത്ത ചൂടും വിശപ്പും സഹിച്ചു. കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞതിൻ്റെ വേദന വല്ലാതെ ഉലച്ചു കളഞ്ഞു. വ്യാജ മതനിന്ദ ആരോപിക്കപ്പെട്ട് 8 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം പുറത്തുവന്ന ഷാഹുബ്ത കൗസറിന്റെ വാക്കുകളാണിത്. പാകിസ്ഥാനിൽ മതനിന്ദ ആരോപണത്തിന്റെ മറവിൽ നടക്കുന്ന ക്രൂരമായ പീഡനങ്ങളുടെ ഞെട്ടിക്കുന്ന കഥകളാണ് ഷാഹുബ്തയ്ക്ക് പറയാനുള്ളത്. 2016 ആരോപണത്തിന്റെ പേരിൽ ഷാഹുബ്ത അറസ്റ്റിലായത്. അവർക്ക് സ്വന്തമായി ഒരു ഫോൺ പോലുമില്ല. എന്നിട്ടും മതനിന്ദാപരമായ സന്ദേശം അയച്ചുവെന്ന് കള്ളക്കേസുണ്ടാക്കി. ക്രൂരമായ മർദ്ദനമാണ് അവർക്കും ഭർത്താവിനും ഏൽക്കേണ്ടി വന്നത്. ഇസ്ലാം മതം സ്വീകരിക്കാൻ അവരെ നിർബന്ധിച്ചു. എന്നാൽ തൻ്റെ ക്രൈസ്തവ വിശ്വാസം ത്യജിക്കാൻ അവൾ തയ്യാറായില്ല. പകരം അവൾക്ക് ലഭിച്ചത് ജയിൽ ശിക്ഷയാണ്. പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആസൂത്രിതമായ പീഡനമാണ് നടക്കുന്നതെന്ന് ഷാഹുബ്ത പറയുന്നു. ഓരോ ദിവസവും മുമ്പോട്ട് പോവുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളെ ഒരു അയൽക്കാരൻ കുറ്റപ്പെടുത്തിയേക്കാം. അല്ലെങ്കിൽ സർഗോദ കേസിൽ സംഭവിച്ചതുപോലെ ഖുറാനിന്റെ ഒരു പേജ് കത്തിച്ചുവെന്ന് ആർക്ക് വേണമെങ്കിലും തെറ്റായി ആരോപിക്കാം. സംഗതി സത്യമാണോ എന്ന് ആരും അന്വേഷിക്കില്ല. കടുത്ത പ്രതിസന്ധിയിലും തന്നെ പിടിച്ചു നിർത്തിയത് ക്രിസ്തുവിലുള്ള വിശ്വാസവും ദൈവവചനവുമാണെന്ന് ഷാഹുബ്ത പറയുന്നു. മനഃപ്പാടമാക്കിയ വചനങ്ങൾ മനസ്സിൽ ആവർത്തിച്ചുരുവിട്ടു. ദൈവിക ഇടപെടൽ കൊണ്ട് മാത്രമാണ് വധശിക്ഷ ഒഴിവായി ജയിൽ മോചിതയായതെന്നും ഷാഹുബ്ത പറഞ്ഞു. എനിക്ക് നിയമസഹായം ലഭ്യമാക്കാൻ എൻ്റെ സഹോദരനും അനിയത്തിയും കഴിയുന്നതെല്ലാം ചെയ്തു. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ യൂറോപ്യൻ യൂണിയനും പ്രവർത്തിച്ചു. ഞാൻ ജയിലിന് പുറത്തെത്തിയെങ്കിലും മറ്റു പലരും ഇപ്പോഴും ജയിലിലാണ്. ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കൂടുതൽ ആസിയ ബീബികൾ ഉണ്ടാവുമെന്നത് തീർച്ചയാണ്. വളരെ ദരിദ്ര രാജ്യമാണ് പാകിസ്ഥാൻ. ക്രിസ്ത്യാനികളാകട്ടെ ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരും. ഭൂരിഭാഗം ജനസംഖ്യയിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിശ്വാസമുള്ളതിനാൽ അവർ വിവേചനത്തിനും പാർശ്വവൽക്കരണത്തിനും വിധേയരാകുന്നു. മതനിന്ദ ആരോപിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയുടെ കേസ് ഒരു വക്കീലും സ്വമേധയാ ഏറ്റെടുക്കില്ല. ന്യായമായി വിധിക്കാൻ ഒരു ജഡ്ജിയും തയ്യാറാവില്ല. ഒരു അഭിഭാഷകനെ നിയമിക്കുന്നതിന് പോലും വലിയ സാമ്പത്തിക ബാധ്യതയാണ് ക്രിസ്ത്യാനികൾ നേരിടുന്നതെന്നും ഷാഹുബ്ത പറയുന്നു.